ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്നും കപ്പക്കായ കൊണ്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പക്കായ പൊട്ടിച്ചു കൊണ്ടുവന്നു. വീട്ടിലുണ്ടായ കപ്പക്കായ തന്നെയാണ്. അത് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതാ ഇങ്ങനെ അവിയലിന് നുറുക്കണ മാതിരിയാണ് കേട്ടോ നുറുക്കിയത്. അത് നുറുക്കണത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അവിയലിൽ നമ്മൾ സാധാരണ അവിയലൊക്കെ വയ്ക്കുമ്പോൾ കഷ്ണം നുറുക്കുമല്ലോ, അതുമാതിരിയാണ് നുറുക്കിയത്. ആ ഇതുപോലെ ഞാൻ അവിയലിന് കഷ്ണം നുറുക്കണ മാതിരി എല്ലാം നുറുക്കി കൊണ്ടുവന്നു കേട്ടോ. അതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വെള്ളമൊക്കെ വാലാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് വെള്ളം വാലാനായിട്ട് ഞാനിങ്ങനെ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് പരത്തിയിട്ടു കേട്ടോ. നല്ലപോലെ ഒന്ന് പരത്തി വെച്ചു. അതിനുശേഷം നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നല്ലപോലെ തുടച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഞാനത് പരത്തി വെച്ചു കേട്ടോ. നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വേറൊരു വലിയൊരു പ്ലേറ്റിലേക്ക് അത് ഇട്ട് നല്ലപോലെ ഒന്ന് പരത്തി വെച്ചു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പരത്തി വെച്ചത്. നമ്മുടെ വീട്ടിലുള്ള കൊപ്പക്കായല്ലേ, ഇപ്പോൾ പലതരം നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അതിനുശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ഒരു 1/2 ടീസ്പൂണ് അരിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, വെളുത്ത കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതെല്ലാം നല്ലപോലെ ഒരു ടീസ്പൂൺ എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. പൊടികളും മസാലയും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചിരുന്ന കുപ്പക്കായ ഉണ്ടല്ലോ, കുപ്പായ കഷ്ണങ്ങൾ, അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം മുളക് പൊടി ഇട്ടുണ്ടായില്ല, അല്പം എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് കുടഞ്ഞ് മിക്സാക്കി കേട്ടോ. ആ മസാലയെല്ലാം ആ കുപ്പക്കായ കഷ്ണത്തിന് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം തളിച്ചു കൊടുത്തു. കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ കുടഞ്ഞെടുത്തു കേട്ടോ. നല്ലപോലെ കഷ്ണത്തുമ്മയൊക്കെ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നല്ലപോലെ ഒന്ന് പുരട്ടണം അത്, എന്നാലേ അതുമ്മേ പിടിക്കുകയുള്ളൂ. ഇതാ ഇങ്ങനെ നല്ലപോലെ അങ്ങനെ പുരട്ടി വെച്ചു കേട്ടോ. ഇതാ നല്ലപോലെ പുരട്ടി വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൊപ്പക്കായ കഷ്ണങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ ഒന്നും തൊടാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊരു നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ.
അത് നല്ലപോലെ ഫ്രൈ ആവണുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇളക്കി എടുക്കണം. നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാനത് മാറ്റി കേട്ടോ, എണ്ണയിൽ നിന്നും അത് മാറ്റി. എണ്ണയിൽ നിന്നും മാറ്റുകയാണ് കേട്ടോ. എല്ലാം ഇതുമാതിരി വറുത്തെടുത്തു കേട്ടോ. എല്ലാ കപ്പക്കായ കഷ്ണങ്ങളും ഇതുമാതിരി വറുത്തെടുത്തു. അതിനുശേഷം അതേ വെളിച്ചെണ്ണയിൽ തന്നെ, ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകിൻ്റെ കുരുവൊക്കെ കളഞ്ഞതാണ്. നല്ലപോലെ കഴുകി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ആ വറുത്തതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി വറുത്തെടുത്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.